നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേദമപേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം അവിദുഃസുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ.
സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധത്തിലെ 84-ാം അധ്യായം അവസാന ഭാഗമാണ് ഇന്ന് കാണാൻ പോകുന്നത്. വലിയ അധ്യായമായിരുന്നു. 71 ശ്ലോകങ്ങളുള്ള അധ്യായം. അതിൽ നമ്മൾ 60 ശ്ലോകം വരെ കഴിഞ്ഞു. 6 ക്ലാസ്സുകളും കഴിഞ്ഞു. ഇനി അവസാന ക്ലാസ്സാണ് ഈ അധ്യായത്തിൽ. അപ്പോൾ സമന്ത പഞ്ചക തീർത്ഥാടനം 3 അധ്യായങ്ങളിൽ വർണ്ണിച്ചു. ആദ്യ അധ്യായത്തിൽ ഭഗവാന്റെ നേതൃത്വത്തിൽ യാദവന്മാരെല്ലാവരും ആദ്യം എത്തിച്ചേരുന്നു. പിന്നീട് കൗരവന്മാർ, പാണ്ഡവന്മാരും അതുപോലെ ഗോകുലവാസികൾ നന്ദഗോപരുടെ നേതൃത്വത്തിൽ എത്തിച്ചേരുന്നതും മറ്റു രാജാക്കന്മാരെല്ലാം എത്തിച്ചേരുന്നതും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പറഞ്ഞു. അതിനുശേഷം 2-ാം അധ്യായത്തിലാണ്, അല്ലെങ്കിൽ ആദ്യ അധ്യായത്തിലെ അവസാന ഭാഗത്ത് കുന്തിദേവിയുടെ കുറച്ച് പരിഭവം വസുദേവരോട് കണ്ടു. അതിന് വസുദേവർ മറുപടി കൊടുത്ത് ആശ്വസിപ്പിക്കുന്നതും കണ്ടു. അതിനുശേഷമാണ് പാഞ്ചാലി കൃഷ്ണപത്നിമാരെ കൂട്ടി ഒരു ഭാഗത്ത് പോയിരുന്ന് അവരുടെ വിവാഹ വർത്തമാനങ്ങളെല്ലാം ചോദിച്ചതും കൃഷ്ണപത്നിമാർ ഓരോരുത്തരും അവരെങ്ങനെയാണ് ഭഗവാന്റെ പത്നിമാരായി തീർന്നത്, ഭഗവാൻ അവരെ എങ്ങനെ അനുഗ്രഹിച്ചു, ആ ഭഗവാന്റെ സ്നേഹം എപ്രകാരമുള്ളതാണ്, ഇനിയും ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും ആ ഭഗവാന്റെ പാദദാസികളായി തീരാൻ കൊതിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ കഥകൾ, പ്രത്യേകിച്ച് ലക്ഷ്മണയുടെ കഥ വിസ്തരിച്ചും കണ്ടു. അതിനുശേഷം നമ്മൾ ഈ അധ്യായത്തിൽ ഋഷിമുനിമാരെല്ലാം ഭഗവാനെ കാണാൻ വരുന്നതും ഭഗവാൻ അവരെ സൽക്കരിക്കുന്നതും അവരെ സ്തുതിക്കുന്നതും അവരുടെ മാഹാത്മ്യം ലോകത്തിനോട് വെളിപ്പെടുത്തി കൊടുക്കുന്നതും, തീർത്ഥാടനത്തിൽ വെച്ച് ഏറ്റവും വലിയ തീർത്ഥാടനം മഹാത്മാക്കളെ സന്ദർശിക്കലാണ്, മഹാത്മാക്കളുടെ ദർശനമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലും ജലാശയങ്ങളിലും തീർത്ഥാടനം ചെയ്യുന്നതിനേക്കാൾ മഹാത്മാക്കൾ എവിടെയുണ്ടോ അവിടേക്ക് ചെല്ലൂ എന്ന് നമ്മളോട് ഭഗവാൻ പറയുന്നത് പോലെ സാധുദർശനം പാപവിമോചനം എന്നുള്ള ആശയം വളരെ മനോഹരമായിട്ട് ഭഗവാൻ അവിടെ അവതരിപ്പിച്ചു. ആ മഹാത്മാക്കളും ഭഗവാനെ തിരിച്ചും ഭഗവാന്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ട് സ്തുതിച്ചു.
അതിനുശേഷം വസുദേവർ കർമ്മം കൊണ്ട് കർമ്മം എങ്ങനെ ഇല്ലാതെയാക്കാം എന്നുള്ള ചോദ്യം ചോദിച്ചു. അതിന് മുനിമാരെല്ലാവരും മനോഹരമായിട്ട് മറുപടി കൊടുത്തു. അതിനുശേഷം ഒരു യജ്ഞം ചെയ്യാനായിക്കൊണ്ട് വസുദേവർ ആവശ്യപ്പെട്ടു. അതിന് ഋത്വിക്കുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന മഹർഷിമാരെ മുനിമാരെയൊക്കെ തന്നെ വരിച്ചു. അവരെല്ലാം അത് സമ്മതിച്ച് ആ യാഗം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു കൊടുത്തു. രാമകൃഷ്ണന്മാർ അവിടെ സാന്നിധ്യം ചെയ്തുകൊണ്ട് തന്നെ അനുഗ്രഹിച്ചു. അവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ യാഗം പൂർത്തീകരിക്കപ്പെട്ടത്. അതിലൂടെ വാസ്തവത്തിൽ ആരാധിക്കപ്പെട്ടത് അവർ തന്നെയാണ്. ആ രാമനെയും കൃഷ്ണനെയും തന്നെയാണ് വസുദേവർ അറിഞ്ഞോ അറിയാതെയോ ആരാധിച്ചത്. അങ്ങനെയുള്ള യാഗം പൂർത്തീകരിച്ച് ദക്ഷിണകളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് ഔഭൃത സ്നാനമൊക്കെ കഴിഞ്ഞു. വന്നു ചേർന്ന എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം മറ്റുള്ള രാജാക്കന്മാരെല്ലാം, പ്രത്യേകിച്ച് കൗരവന്മാരും പാണ്ഡവന്മാരും അടക്കം, അവരവരുടെ ദേശങ്ങളിലേക്ക് കൃഷ്ണനോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോയി. ഇനി ആകെയുള്ളത് നന്ദഗോപരും ഗോകുലവും. ഗോപാലന്മാരെയെല്ലാം ഉഗ്രസേന രാജാവും രാമകൃഷ്ണന്മാരും എല്ലാം നല്ലതുപോലെ സൽക്കരിച്ചു. അതുകൊണ്ട് തന്നെ അവരവിടെ കുറച്ചു കാലം കൂടി കഴിച്ചുകൂട്ടി. അതിനിടയ്ക്ക് വസുദേവർ നന്ദഗോപരുടെ കൈപിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിവെച്ചിട്ടുള്ളത്. ആ വസുദേവർ നന്ദഗോപരോട് തൻ്റെ കൃതജ്ഞത പറയുന്നതായിട്ടുള്ള രംഗമാണ് തുടർന്ന് കാണുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരും വീണ്ടും അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതോടുകൂടി ഈ സമന്ത പഞ്ചക തീർത്ഥാടനം എന്ന പർവം 3 അധ്യായങ്ങൾ പൂർത്തിയാവുകയാണ്. അപ്പോൾ നമുക്ക് 42 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വായിക്കാം. ഇന്ന് രാവിലെ എടുത്ത ഭാഗമാണ് 42 മുതൽക്കുള്ള ഭാഗങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ചതുരശീതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വസുദേവോ മഹാമനാഃ താൻ ഋഷീൻ ഋത്വിജോ വവ്രേ മൂർധനാ നമ്യ പ്രസാദ്യ ച. തയേനം ഋഷയോ രാജൻ വൃതാ ധർമ്മേണ ധാർമ്മികം തസ്മിൻ അയാജയൻ ക്ഷേത്രേ മഖൈരുത്തമകൽപകൈഃ. തദ്ദീക്ഷായാം പ്രവൃത്തായാം വൃഷ്ണയഃ പുഷ്കരസ്രജഃ സ്നാദാഃ സുവാസസോ രാജൻ രാജാനഃ സുഷ്ട്വലങ്കൃതാഃ. തന്മഹിഷ്യശ്ച മുദിതാഃ നിഷ്കകണ്ഠ്യഃ സുവാസസഃ. ദീക്ഷാശാലാമുപാജഗ്മുഃ ആലിപ്താ വസ്തുപാണയഃ. നേതുർമൃദംഗപടഃ ശംഖഭേര്യാനഗാദയഃ നനൃതുർനടനർത്തക്യഃ തുഷ്ടുവുഃ സൂതമാഗതാഃ. ജഗുഃ സുകണ്ഠ്യോ ഗന്ധർവ്യഃ സംഗീതം സഹഭർതൃകാഃ. തം അഭ്യഷിഞ്ചൻ വിധിവത് അക്തം അഭ്യക്തം ഋത്വിജഃ പത്നീഭിരഷ്ടാദശഭിഃ സോമരാജമിവോടുഭിഃ. താഭിർദുകൂലവലയൈഃ ഹാരനൂപുരകുണ്ഡലൈഃ സ്വലങ്കൃതാഭിർവിബഭൗ ദീക്ഷിതോ അജിനസംവൃതഃ. തസ്യ ഋത്വിജോ മഹാരാജ രത്നകൗശേയവാസസഃ സസദസ്യാവിരേജുസ്തേ യഥാ വൃത്രഹണോദ്വരേ. തദാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈർബന്ധുഭിരന്വിതൗ രേജതുസ്വസുതൈർദാരൈഃ ജീവേശൗ സ്വവിഭൂതിഭിഃ. ഈജയാനുയജ്ഞം വിധിനാ അഗ്നിഹോത്രാദിലക്ഷണൈഃ പ്രാകൃതൈർവൈകൃതൈർയജ്ഞൈഃ ദ്രവ്യജ്ഞാനക്രിയേശ്വരം. അതഋത്തിഭ്യോ അതദാത് കാലേ യഥാമുനാതം സദക്ഷിണാഃ സ്വലങ്കൃതേഭ്യോ അലങ്കൃത്യ ഗോഭൂകന്യാ മഹാധനാഃ. പത്നീ സംയാജാവഭൃത്യൈഃ ചരിത്വാ തേ മഹർഷയഃ സസ്നൂ രാമഹൃദേ വിപ്രാഃ യജമാനപുരസ്സരാഃ. സ്നാതോലങ്കാരവാസാംസി വന്ദിഭ്യോതാ തദാ സ്ത്രിയഃ തതസ്വലങ്കൃതോ വർണ്ണാൻ ആശ്വഭ്യോ അന്നേന പൂജയത്.
ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിബർഹേണ ഭൂയസാ വിദർഭകോസലകുരൂൻ കാശികേ ഗയസഞ്ജയാൻ സദസ്യ ഋത്വിക്സുരഗണാൻ നൃഭൂത പിതൃചാരണാൻ ശ്രീനികേതമനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഃ ക്രതും ധൃതരാഷ്ട്രോനുജഃ പാർത്ഥ ഭീഷ്മോ ദ്രോണഃ പൃഥായമൗ നാരദോ ഭഗവാൻ വ്യാസഃ സുഹൃൽ സംബന്ധി ബാന്ധവാഃ ബന്ധൂൻ പരിഷ്വജ്യ യദൂൻ സൗഹൃദാത് ക്ലിന്നചേതസഃ യയുർവിരഹകൃത്സ്രേണ സ്വദേശാംശ്ചാപരേ ജനാഃ നന്ദസ്തു സഹ ഗോപാലൈർ ബൃഹത്യാ പൂജയാർച്ചിതഃ കൃഷ്ണരാമോഗ്രസേനാദ്യൈഃ ന്യവാൽസീത് ബന്ധുവത്സലഃ വസുദേവോ അഞ്ജസോത്തീര്യ മനോരഥമഹാർണവം സുഹൃദ്വൃതഃ പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശൻ വസുദേവ ഉവാച ഭ്രാതർ ഈശകൃതഃ പാശോ നൃണാം യസ്നേഹ സംജ്ഞിതഃ തം ദുസ്ത്യജം അഹം മന്യേ ശൂരാണാമപി യോഗിനാം അസ്മാസു അപ്രതികൽപേയം യത്കൃതാജ്ഞേഷു സത്തമൈഃ മൈത്ര്യർപ്പിതാ ഫലാവാപി ന നിവർത്തേത കർഹിചിത് പ്രാഗകൽപാച്ച കുശലം ഭ്രാതർവോ നാപരാമഹി അധുനാ ശ്രീമദാന്താക്ഷാഃ ന പശ്യാമ പുരസ്സതഃ മാ രാജ്യശ്രീരഭൂത് പുംസഃ ശ്രേയസ്കാമസ്യ മാനദ സ്വജനാൻ ഉത ബന്ധൂൻ വാ ന പശ്യതി യയാന്ധദൃക് ശ്രീശുക ഉവാച ഏവം സൗഹൃദശൈഥില്യചിത്തഃ ആനഗതുന്ദുഭിഃ രുരോദ തത്കൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചനഃ നന്ദസ്തു സഖ്യുഃ പ്രിയകൃത പ്രേമണാ ഗോവിന്ദരാമയോഃ അദ്യ സ്വയിതി മാസാൻ ത്രീൻ യദുഭിർമാനിതോവസത് തതഃ കാമൈഃ പൂര്യമാണഃ സവ്രജഃ സഹ ബാന്ധവഃ പരാർദ്യാഭരണക്ഷൗമനാനാ അനർഘ്യപരിച്ഛദൈഃ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭിഃ ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിർയയൗ നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനഃക്ഷിപ്തം പുനർഹർത്തും അനീശാ മധുരാം യയുഃ ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയഃ കൃഷ്ണദേവതാഃ വീക്ഷ്യ പ്രാവൃഷമാസന്നാം യയുർദ്വാരവതീം പുനഃ ജനേഭ്യഃ കഥയാൻ ചക്രുഃ യദുദേവമഹോത്സവം യഥാസീത് തീർത്ഥയാത്രായാം സുഹൃൽ സന്ദർശനാദികം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ തീർത്ഥയാത്രാനുവർണ്ണനം നാമ ചതുരശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഇപ്പം നമ്മൾ രാവിലെ കണ്ടത് വസുദേവർ അവിടെ വന്ന ഋഷിമുനിമാരെ ഋത്വിക്കുകളാക്കിക്കൊണ്ട് ചെയ്ത ഒരു മഹായജ്ഞം. അതിൻ്റെ വിവിധ ചടങ്ങുകളോടെ അംഗങ്ങളോടെ മറ്റ് ദേവതകൾക്കും എല്ലാം ഹവിസ് അർപ്പിച്ചുകൊണ്ടുള്ള നല്ല വിപുലമായ ഒരു യജ്ഞമായിരുന്നു.
അത് വലിയൊരു ആഘോഷമായിട്ട് തന്നെ കൊണ്ടാടി വാദ്യഘോഷങ്ങളോടെ ഗീതനൃത്തങ്ങളോടെ സ്തുതിപാഠകന്മാരായ സൂതമാഗതവന്തികളുടെ സ്തുതികളോടുകൂടെ എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അഭിഷേകാദികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. 18 ഭാര്യമാരോട് കൂടിയതായിട്ടുള്ള വസുദേവരെ ആ ഋത്വിക്കുകൾ അഭിഷേകം ചെയ്തത് ചന്ദ്രൻ നക്ഷത്രങ്ങളുടെ നടുവിൽ ശോഭിക്കുന്നത് പോലെ അദ്ദേഹം തേജസ്സോടുകൂടി ശോഭിച്ചു എന്നും അതിനുശേഷം അവഭൃത സ്നാനവും ദക്ഷിണ ചടങ്ങുകളും മറ്റുള്ളവർക്കുള്ള സമ്മാനങ്ങളും ദാനങ്ങളും ഒക്കെ കൊടുക്കുന്നതും എല്ലാം വർണ്ണിച്ചു. അങ്ങനെ എല്ലാവരും അവഭൃത സ്നാനം കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ധരിച്ച് സന്തോഷത്തോടുകൂടി ആ യജ്ഞത്തെ പൂർത്തീകരിച്ചു. രാമകൃഷ്ണന്മാർ നിറഞ്ഞു നിന്നു ആ യജ്ഞവേദിയിൽ. അതിനുശേഷം ബന്ധുക്കൾ വിദർഭ കോസല കുരൂൻ കാശികേകയ സൃഞ്ജയാൻ ഇങ്ങനെയുള്ള ദേശങ്ങളിൽ നിന്ന് വന്നവരായ ബന്ധുക്കളെല്ലാം വേണ്ട പോലെ സമ്മാനങ്ങളുമൊക്കെ കൊടുത്ത് പൂജിതരായവർ അവരവരുടേതായിട്ടുള്ള ദിക്കുകളിലേക്ക് മടങ്ങിപ്പോയി. ഈ യജ്ഞത്തെയും ഭഗവാനെയും പ്രശംസിച്ചുകൊണ്ട് ഭഗവാനോട് അനുജ്ഞ സ്വീകരിച്ചുകൊണ്ട് ശ്രീനികേതം അനുജ്ഞാപ്യ ശംസന്തഃ പ്രയയുഹു ക്രതും ശംസന്തഃ പ്രയയുഹു ക്രതുവിനെ പ്രശംസിക്കുന്നവരായിക്കൊണ്ട് പ്രയാണം ചെയ്തു. അതുപോലെ ധൃതരാഷ്ട്രൻ മുതലായിട്ടുള്ള ഭീഷ്മാദികൾ, കൗരവന്മാർ, പാണ്ഡവന്മാരെല്ലാവരും ബന്ധുക്കളായ യാദവന്മാരെയൊക്കെ ആലിംഗനം ചെയ്ത് സൗഹൃദ സ്നേഹബന്ധങ്ങൾ കൊണ്ട് ആർദ്രഹൃദയത്തോടുകൂടിയവരായി വിരഹദുഃഖത്തോടുകൂടി പിരിഞ്ഞ് അവിടുന്ന് യാത്രയായി. എന്നാൽ കൃഷ്ണനും രാമനും വസുദേവരും ഉഗ്രസേനനും എല്ലാം സൽക്കരിച്ച് പൂജിച്ചതുകൊണ്ട് നന്ദൻ ഗോപാലന്മാരോടുകൂടി അവിടെ തന്നെ വസിച്ചു, ബന്ധുവത്സലനായിക്കൊണ്ട്. ആ സമയത്ത് വസുദേവോ അഞ്ജസാ ഉത്തീര്യ മനോരഥ മഹാർണവം സുഹൃദ്വൃത പ്രീതമനാ നന്ദമാഹ കരേ സ്പൃശന്. ആ വസുദേവൻ മനോരഥ മഹാർണവം അഞ്ജസാ ഉത്തീര്യ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചവനായിട്ട്. മനോരഥ മഹാർണവം ഒരിക്കലും തനിക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല, അത്രയും വലിയ വലിയ കാര്യങ്ങളാണ്. എന്നാൽ വളരെ ഈസി ആയിട്ട് അത് തരണം ചെയ്തു. കാരണം ആരാ കൂടെയുള്ളത്? ഭഗവാൻ തന്നെ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം നന്ദന്റെ കൈപിടിച്ചുകൊണ്ട് ഈ പ്രകാരം പറഞ്ഞു എന്നാണ്. കരേ സ്പൃശൻ പ്രീതമനാ നന്ദമാഹ, കരത്തിൽ സ്പർശിച്ചുകൊണ്ട് പ്രേമത്തോടുകൂടിയവനായിട്ട് സുഹൃത്തുക്കളെല്ലാം ചുറ്റും നിൽക്കെ നന്ദനോട് ഇപ്രകാരം പറഞ്ഞു. വസുദേവ നന്ദ സംവാദം നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ വസുദേവ ഉവാച ഭ്രാതരീശകൃതഃ പാശോ നൃണാം യസ്നേഹസംജ്ഞിതഃ തം ദുസ്ത്യജമഹം മന്യേ സുരാണാമപി യോഗിനാം. വസുദേവ ഉവാച ഭ്രാതഃ ഈശകൃതഃ പാശോ നൃണാം യസ്നേഹസംജ്ഞിതഃ തം ദുസ്ത്യജം അഹം മന്യേ സുരാണാം അപി യോഗിനാം. നന്ദഗോപരെ ചേർത്ത് പിടിച്ച്, കൈകൊണ്ട് ചേർത്ത് പിടിച്ച് സഹോദര എന്ന് വിളിച്ചാണ് തുടങ്ങുന്നത്. ഭ്രാതഃ, അല്ലയോ ഭ്രാതാവേ, അല്ലയോ സഹോദര. അവർ തമ്മിൽ കസിൻസാണ് എന്ന് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. വസുദേവരുടെ ഒരു അമ്മാമന്റെ പുത്രനാണ് നന്ദഗോപർ. അപ്പോൾ ആ ഒരു കസിൻസാണ്, സഹോദരങ്ങൾ തന്നെയാണ്.
അപ്പോ ഹേ ഭ്രാതഃ, ഈ പാശം, എന്താ പാശത്തിന്റെ പേര്? സ്നേഹസംജ്ഞിതഃ യഃ പാശഃ നൃണാം ഈശകൃതഃ. അപ്പോ ഈശ്വരനാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാശമുണ്ട്. എന്താ അതിന്റെ പേര്? സ്നേഹസംജ്ഞിതഃ യഃ പാശഃ. സ്നേഹം എന്നുള്ളതായിട്ടുള്ള സംജ്ഞയോടുകൂടിയതായിട്ടുള്ള ഒരു പാശം, സ്നേഹപാശം. പരസ്പരം ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് അതിന് പാശം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് ബന്ധിക്കുന്നു, കെട്ടിയിടുന്നു. കയറ് കാണുന്നില്ല എങ്കിലും കെട്ടുണ്ട്, ബന്ധനമുണ്ട്, പരസ്പരം ഒരു ആശ്രയത്വമുണ്ട്. അതാണ് ഇവിടുത്തെ പാശം. അപ്പൊ സ്നേഹസംജ്ഞിതഃ യഃ ഈശകൃതഃ പാശഃ. ഏതൊരു ഈശകൃതമായിട്ടുള്ള പാശമുണ്ടോ അത് ആർക്കുള്ളതാണ്? നൃണാം എന്നുള്ളത്. സഹ നൃണാം, ഈ മനുഷ്യർക്ക് ഈശനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ മനുഷ്യർ തമ്മിലുള്ളതായിട്ടുള്ള ഈ സ്നേഹം അതൊരു പാശമായിട്ട് ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ മനുഷ്യന്മാർ തമ്മിൽ മാത്രമല്ല, ജന്തുക്കൾക്കും അവർ തമ്മിലുണ്ട്. പക്ഷേ ജന്തുക്കൾക്ക് പാശമുള്ളത് ഒരു പരിധിയുണ്ട്. അവരുടെ കുട്ടികൾ വളർന്നു വരുന്നത് വരെ മാത്രമേ ഉള്ളൂ, അല്ലേ? കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടികളെ അവരുടെ പാട്ടിന് സ്വതന്ത്രരായി അവരുടെ കാലിൽ നിൽക്കാനായിട്ട് ആട്ടി ഓടിക്കുകയാണ് മറ്റ് ജന്തുക്കളൊക്കെ ചെയ്യുക. മനുഷ്യൻ മാത്രമാണ് സ്നേഹം കൊണ്ട് കുട്ടികളെ എല്ലാവരെയും ചുറ്റും ബന്ധിച്ച് നിർത്തും. എല്ലാവരും കൂടെ വേണം, മരിക്കുവോളം എല്ലാവരും കൂടെ വേണം. അപ്പോൾ അത് പ്രത്യേകിച്ച് അതുകൊണ്ട് നൃണാമെന്നിവിടെ എടുത്തു പറഞ്ഞു. മറ്റുള്ളവർക്കൊക്കെ പാശം ഉണ്ടെങ്കിലും ഇത്രത്തോളം ഇല്ല. മനുഷ്യരിൽ കുറച്ച് കൂടുതലാണ് ഈ സ്നേഹപാശം, ഡിപ്പെൻഡൻസി, മമതാബന്ധങ്ങൾ എല്ലാം മനുഷ്യരിലാണ് കൂടുതൽ. അപ്പോൾ ഇത് ഒന്ന് ഈ ലോകത്തെ നിലനിർത്താൻ വേണ്ടി ഈശ്വരൻ തന്നെ നമ്മളിലൊക്കെ മായ കൊണ്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. ആ മായ കൊണ്ട് നമ്മളിൽ ഈ പാശം ഇല്ലെങ്കിൽ, നമ്മളെല്ലാവരും എപ്പോഴും യുക്തിചിന്തകന്മാർ മാത്രമാണെങ്കിൽ, ഇമോഷണൽ അല്ലെങ്കിൽ അല്ലേ, ഈ ലോകം വളരെ ഒരു വിരസമായിട്ടുള്ള ഒരു എന്താ പറയുക, മരുഭൂമി പോലെ ഇരിക്കും. എല്ലാവരും യുക്തിചിന്തകന്മാരാണ്. വളരെ എല്ലാ കാര്യങ്ങളിലും യുക്തി കൊണ്ട് അളന്ന് മുറിച്ച് ബന്ധങ്ങളെയൊക്കെ അങ്ങനെ നിലയ്ക്ക് നിർത്തിയിട്ട് പെരുമാറുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ഈ ലോകം? ആർക്കും അധികകാലം ജീവിച്ചിരിക്കാൻ തോന്നില്ല. എന്ത് ലോകം? എല്ലാവരും ഒറ്റപ്പെട്ട പ്രതീതി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഒറ്റപ്പെട്ട പ്രതീതി ആർക്കും സഹിക്കാവുന്നതല്ല, അല്ലേ? മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. ചുറ്റും ഒരു സമൂഹം ഉണ്ടായിരിക്കണം, പലരുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കാനാണ് മനുഷ്യന് ഇഷ്ടം. അപ്പോൾ ഇമോഷണലാണ് അവൻ്റെ വ്യക്തിത്വം. ഭൂരിപക്ഷം മനുഷ്യരും ആ ഇമോഷണൽ വ്യക്തിത്വങ്ങളാണ്. യുക്തിവാദികളായിട്ടുള്ളവർ വളരെ കുറവാണ് എന്നറിയാം. എന്തിനും ഏതിനും കണക്ക് പറഞ്ഞുകൊണ്ട് പഴയ ഓരോ കാര്യങ്ങളും ഓർമ്മ വെച്ച് അതിനൊക്കെ കൃത്യം പ്രതികാരം ചെയ്ത്, അല്ലെങ്കിൽ ആരെങ്കിലും തന്നോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്നവരെയൊക്കെ അങ്ങനെയുള്ള തെറ്റുകാരായി കണ്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ സംശയിച്ചുകൊണ്ട് ആരിലും വിശ്വാസമില്ലാതെ തന്നിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഈ ലോകത്തിൽ? ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, കുറേ ആളുകളുണ്ട്. വളരെ പരുക്കന്മാരായിട്ടുള്ള ആളുകൾ, അല്ലേ?
കഠിന ഹൃദയന്മാരും പരുക്കന്മാരുമാണ് അവരുടെ അടുത്തേക്ക് ആർക്കും പോകാൻ തോന്നില്ല. അങ്ങനെ ചുരുക്കം ആളുകളെ ഉള്ളൂ. അവർ പോലും കുറേ കഴിയുമ്പോൾ അവരുടെ പൗരുഷമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അവരുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു കഴിയുമ്പോൾ, അവരുടെ ധനമൊക്കെ വ്യയം വന്നു കഴിയുമ്പോൾ അവശരായിത്തീരും. അപ്പോഴാണ് അവർ മറ്റുള്ളവരുടെ തോളിലേക്ക് ചായാനായിക്കൊണ്ട് ചുറ്റും നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എന്താ കാരണം? മുമ്പ് താൻ ആർക്കും തോള് ചായ്ക്കാൻ കൊടുത്തിട്ടില്ല. അപ്പം ആരും അങ്ങനെയുള്ളവരെ തിരിഞ്ഞു നോക്കില്ല. അപ്പം അങ്ങനെയുള്ളവരെയും നമ്മൾ ഇഷ്ടം പോലെ ലോകത്തിൽ കാണാം. അപ്പോൾ പൊതുവെ മനുഷ്യൻ ഇമോഷണലാണ്, സ്നേഹപാശം കൊണ്ട് ബന്ധിതനാണ്. എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കാനും എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിക്കുന്നവനും ആണ്. പിന്നെ പലയിടത്തുനിന്നും ചതി, വഞ്ചന, സ്വാർത്ഥത ഒക്കെ കാണുമ്പോൾ ചെറിയൊരു അകൽച്ച വരും. എന്നാൽ പിന്നെയും മറക്കും, വീണ്ടും പഴയ സ്വഭാവം തന്നെ തുടരുകയും ചെയ്യും. എന്നാലും ചില വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടും എന്ന് പറഞ്ഞ പോലെ പെരുമാറുകയും ചെയ്യും. ഇതാണ് ലോക സ്വഭാവം. അപ്പോൾ അത് ഈ മനുഷ്യനെ ഇങ്ങനെ ഇമോഷണൽ ആക്കിയിരിക്കുന്നത്, മനുഷ്യന് മനസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നിരിക്കുന്നത് ഭഗവാന്റെ ഒരു ലീല തന്നെയാണ്, മായ തന്നെയാണ്. ഇതുണ്ടെങ്കിലേ മനുഷ്യൻ പരസ്പര സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വിവാഹാദി ബന്ധങ്ങളിലും പുത്രന്മാരെ വളർത്തുന്നതിലും സമൂഹത്തെ നിലനിർത്തുന്നതിലും അങ്ങനെ ഈ സൃഷ്ടി, ഭഗവാന്റെ ലീലയാകുന്ന ഈ സൃഷ്ടി തുടർന്നു പോകുന്നതിനും സാധിക്കുള്ളൂ. അപ്പോൾ അതാണ് ഭഗവാന്റെ ലീല. അതാണ് ഇവിടെ ഈശകൃതം എന്ന് പറഞ്ഞത്. ഭ്രാതഃ ഈശകൃതഃ പാശഃ നൃണാം യഃ സ്നേഹസംജ്ഞിതഃ തം ദുസ്ത്യജം അഹം മന്യേ ശൂരാണാമപി യോഗിന. ആ ഒരു പാശത്തെ, തം ദുസ്ത്യജം ഇതി അഹം മന്യേ, അതിനെ ത്യജിക്കുവാൻ വളരെ പ്രയാസമേറിയതാണെന്ന് ഞാൻ കരുതുന്നു. ആർക്ക്? വലിയ ശൂരന്മാരായിട്ടുള്ള ആളുകൾക്കും യോഗികൾക്കും. ശൂരന്മാരായിട്ടുള്ളവർ എന്ന് പറയുമ്പോൾ ക്ഷത്രിയന്മാരായിട്ടുള്ള വീരന്മാരായിട്ടുള്ള ആളുകൾ, പരാക്രമികളായിട്ടുള്ളവർ എന്നൊക്കെ പറയാം, കഠിന ഹൃദയന്മാരായിട്ടുള്ളവർ എന്നൊക്കെ പറയാം. യോഗിനാം അപി, യോഗികൾക്ക് പോലും. ഈ യോഗികളെ വിശേഷിപ്പിക്കുന്ന വിശേഷണമായിട്ടും ശൂരാണാം യോഗിനാം എന്നെടുക്കാം. വലിയ ശൂരന്മാരായിട്ടുള്ള യോഗികൾക്ക്, ശൂരന്മാരെന്നാൽ വൈരാഗികൾ എന്ന അർത്ഥത്തിൽ, അവിടെ നല്ല വൈരാഗികളായിട്ടുള്ള യോഗികൾക്ക് പോലും ഈ സ്നേഹപാശം ത്യജിക്കാൻ വളരെ പ്രയാസമേറിയതാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ലേ? നമ്മൾ എത്ര വിരക്തന്മാരായിട്ടുള്ള ആളുകൾ പിന്നീട് പലരോടും സ്നേഹം വന്ന് സംസാരികളായിത്തീരുന്ന കഥകൾ. ആ സൗബരി മഹർഷി എല്ലാം ഉപേക്ഷിച്ച് കാളിന്തിയിൽ ചെന്ന് മുങ്ങിക്കിടന്ന് തപസ് ചെയ്ത ആള് മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ആ സ്നേഹപാശം ഉണർന്നു വരികയും അദ്ദേഹത്തിനും അതുപോലെ വിവാഹം കഴിച്ച് ബന്ധങ്ങളോടുകൂടി കഴിയണമെന്ന് ആഗ്രഹിക്കുകയും മാന്താതാവ് രാജാവിൻ്റെ 50 പെൺമക്കളെ ചെന്ന് കല്യാണം കഴിക്കുകയും അവരിൽ 5000 കുട്ടികളെ ജനിപ്പിക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാം. അതേപോലെ തന്നെ മറ്റ് പല മഹാത്മാക്കളുടെയും കഥയുണ്ട്. അവരുടെയാണ് പെട്ടെന്ന് ഓർമ്മ വരില്ല. അപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ ആളുകളുടെ കഥകൾ സൂചിപ്പിക്കുന്നു. വൈരാഗ്യം ഉള്ളവർ പോലും തിരിച്ച് സംസാരത്തിലേക്ക് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ശൂരാണാം യോഗിനാം അപി, വലിയ വലിയ യോഗികൾക്ക് പോലും, വിശ്വാമിത്രനെ പോലെയുള്ള മഹാത്മാക്കൾ, യോഗികൾ, മേനകയെ പോലെയുള്ള അപ്സരസുകളുടെ ഇതിൽ വീഴുന്നു. അതുപോലെ എത്ര കഥകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ സാ
ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്ന് നമ്മുടെ ദേവീ മാഹാത്മ്യത്തിൽ പറയുന്നതും ഇതേ ആശയത്തെ തന്നെയാണ്. ജ്ഞാനികൾ പോലും ഈ മഹാമായയാൽ മോഹിതരായി ഈ സ്നേഹപാശങ്ങളിലേക്ക് ആകൃഷ്ടരായി തീരുന്നു. നമ്മുടെ ഭരതൻ ചക്രവർത്തി പദമേ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പുലഹാശ്രമത്തിൽ ചെന്ന് തപസ് അനുഷ്ഠിക്കുന്നതായിട്ടുള്ള അദ്ദേഹം ഒരു മാനിനോടാണ് അദ്ദേഹത്തിന് ആസക്തി ഉണ്ടായത്. മാനിനോട് ബന്ധം വന്നു, സ്നേഹപാശം. അങ്ങനെ പലർക്കും പലതിനോടാണ് സ്നേഹപാശം അല്ലേ? ചിലർക്ക് ഭർത്താവിനോടും മക്കളോടൊന്നും സ്നേഹം ഉണ്ടാവില്ല, വീട്ടിൽ വളർത്തുന്ന പട്ടിയോടോ പൂച്ചയോടോ ഒക്കെ നല്ല സ്നേഹമുള്ള എത്രയോ അമ്മമാരുണ്ട്. കാരണം അതിനേക്കാൾ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ മക്കളേക്കാൾ നന്ദി പ്രകടിപ്പിക്കുന്നവരാണ്, സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് പട്ടിയും പൂച്ചയൊക്കെ. അപ്പം അതുകൊണ്ട് ഭർത്താവിനേക്കാൾ സ്നേഹിക്കാൻ നല്ലത് പട്ടിയും പൂച്ചയാണ്. എന്നിട്ട് പട്ടിയും പൂച്ചയും മരിച്ചാൽ ഇരുന്ന് കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യും, ദിവസങ്ങളോളം വിഷമിക്കും. അവരെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റില്ല, കാല് കെട്ടിയ പോലെ വീട്ടിൽ തന്നെ കുടുങ്ങിക്കിടക്കും. അയ്യോ, ഞാൻ പോയാൽ എൻ്റെ പട്ടിക്ക് ആര് ഭക്ഷണം കൊടുക്കും? അയ്യോ, അവൾ കിടന്ന് കരയും. ഇങ്ങനെ ബന്ധങ്ങൾ, സ്നേഹപാശങ്ങൾ. ഇപ്പോൾ മനുഷ്യൻ എവിടെയെങ്കിലും ഒരു ബന്ധനം ഈശ്വരൻ്റെ ലീലയായിട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതുകൊണ്ടാണ് മനുഷ്യൻ ഇവിടെ ജീവിതം നിലനിർത്തുന്നത്. അതല്ലെങ്കിൽ ഒന്നിനോടും ഒരു സ്നേഹവും പാശവും ഒന്നും ഇല്ലെങ്കിൽ വളരെ വിരക്തനായിട്ടുള്ള ഒരാൾക്ക് അധികകാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പറ്റില്ല. വിരക്തി വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വയം മനസ്സുകൊണ്ട് ഉൾവലിയുമ്പോൾ അവൻ തന്നെ സ്വയം സങ്കല്പിക്കും എത്രയും വേഗം ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെയുള്ളവരാണ് പല മഹാത്മാക്കളും അല്പായുസ്സുകളായിട്ട് ദേഹം വെടിയുന്നത്. അവർക്ക് ശരീരത്തിൽ യാതൊരു ശ്രദ്ധയും ഉണ്ടാവില്ല. ശരീര സംരക്ഷണത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുകയൊന്നുമില്ല. പല വ്രതങ്ങളും അനുഷ്ഠിച്ച് പ്രായോപവേശം പോലെ ദൃഢമായിട്ടുള്ള നിശ്ചയത്തോടുകൂടി ശരീരത്തെ വെടിയുന്ന എത്രയോ മഹാത്മാക്കളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ തമ്മിലുള്ള സ്നേഹപാശം അതൊന്ന് വേറെ. ഇനി നിങ്ങൾക്ക് കൃഷ്ണനിലും രാമനിലുമുള്ള സ്നേഹപാശം അതും പരോക്ഷമായിട്ട് അർത്ഥമാക്കുകയാണ്. നിങ്ങൾ 10-11 കൊല്ലം രാമകൃഷ്ണന്മാരെ വളർത്തി, വാസ്തവത്തിൽ അവർ നിങ്ങളുടെ മക്കളൊന്നും അല്ല, എന്നാലും നിങ്ങൾക്ക് ആ സ്നേഹപാശം ഇപ്പോഴും ഉള്ളിൽ നിലനിൽക്കുന്നു എന്നും കൂടി പറയാതെ പറയുകയാണോ എന്ന് ശങ്കിക്കാം. അസ്മാസു അപ്രതികൽപേയം യത്കൃതാജ്ഞേഷു സത്തമൈഃ മൈത്രപിതാ ഫലാവാപി ന നിവർത്തേത കർഹിചിത്. അസ്മാസു അപ്രതികൽപേയം യത്കൃതാജ്ഞേഷു സത്തമൈഃ മൈത്രപിതാ ഫലാവാപി ന നിവർത്തേത കർഹിചിത്. ഇനി സ്നേഹം ഈശ്വരകൃതമായിട്ടുള്ള പാശമാണെന്ന് പറഞ്ഞു. ഇനിയും നമ്മൾ തമ്മിലുള്ള കടപ്പാടുകൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നു, നശിക്കാതിരിക്കുന്നു. അതും ഈശ്വരകൃതമാണ്. ആ ഈശ്വരകൃത പാശത്തിൻ്റെ മറ്റൊരു ഭാവമാണ് പരസ്പരമുള്ള കൃതജ്ഞത, കടപ്പാടുകളല്ല. അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്തെന്നാൽ കൃതാജ്ഞേഷു അസ്മാസു സത്തമൈഃ അർപ്പിതാ അപ്രതികൽപാ ഇയം മൈത്രീ അഫലാ അപി കർഹിചിത് ന നിവർത്തേത. കൃതാജ്ഞേഷു അസ്മാസു, മറ്റുള്ളവർ നമ്മൾക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷെ നമ്മൾ അതൊന്നും അറിയുന്നില്ല, അതിനെ വേണ്ട പോലെ
റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരാണ് കൃതാജ്ഞേഷു. കൃതത്തെ അജ്ഞന്മാരായിരിക്കുന്നവർ, ചെയ്തത് അറിയാതിരിക്കുന്നവർ, മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു പരിഗണനയും ഇല്ലാതെ അതിനെ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്നവർ. അതൊക്കെ അവർ ചെയ്യേണ്ടതാണ്, അവരുടെ ബാധ്യതയാണ് എന്ന് ആരെന്ത് ചെയ്താലും അതിനെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്നുള്ള രീതിയിൽ എടുക്കുക. ഇപ്പം അങ്ങനെയാണല്ലോ മക്കളൊക്കെ അച്ഛനമ്മമാരോട് കരുതുന്നത്. അങ്ങനെയാണ്. അച്ഛനമ്മമാർ ചെയ്യുന്ന ത്യാഗങ്ങളൊന്നും മക്കൾ വേണ്ട പോലെ അറിയാറില്ല. അവരെത്ര കഷ്ടപ്പെടുന്നുണ്ട്, എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ചിലപ്പം അച്ഛനമ്മമാർ മക്കളെ അറിയിക്കുകയുമില്ല. എന്നിട്ട് പല അമ്മമാരും വയസ്സ് കാലത്ത് പറയും, അയ്യോ ഞാൻ അവനെ ഒന്നും ഒരു സങ്കടവും അറിയാതെ വളർത്തിയതാണ്, ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു, വയറ് മുറുക്കി ഉടുത്ത് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടും അവർ കുട്ടികൾ കഷ്ടപ്പെടരുത് എന്ന് കരുതി അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒരു നന്ദിയുമില്ല, അവനെല്ലാം മറന്നു. അവൻ കല്യാണം കഴിഞ്ഞതോടുകൂടി അവൾ മതി, നമ്മളെയൊക്കെ മറന്നു എന്ന് പുലമ്പുന്ന വിലപിക്കുന്ന എത്രയോ മാതാപിതാക്കളെ നമുക്ക് അറിയാം, പ്രത്യേകിച്ച് അമ്മമാർ. അപ്പോൾ അറിയിക്കാതെ വളർത്തി എന്ന് പറയും. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയും, പിന്നെ 10 മാസം ഞാൻ ചുമന്ന് വെറ്റതാണെന്നൊക്കെ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവുമെന്ന് അറിയില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ കൃതാജ്ഞേഷു അസ്മാസു, ചെയ്തതിൻ്റെ മഹത്വമറിയാത്ത ഞങ്ങളെ പോലെയുള്ളവരിൽ ഞങ്ങളോട് സത്തമൈഹി അർപ്പിത അപ്രതികൽപ ഇയം മൈത്രി, സത്തമന്മാരായ ആളുകളാൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രതികൽപ്പമില്ലാത്തത്, ഉപമയില്ലാത്തതായിട്ടുള്ള, അതിന് ഉപമയില്ല, അങ്ങനെ ഉപമയില്ലാത്തതായിട്ടുള്ള ഈ മൈത്രി അബലാ അപി, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെങ്കിലും, ബലമില്ലാത്തതാണെങ്കിലും കർഹിച്ചിത് ന നിവർത്തേത, ഒരിക്കലും അത് നിവർത്തിക്കുന്നില്ല. ഇപ്പം എന്താ ഇപ്പം പറഞ്ഞതിൻ്റെ സാരം? നന്ദഗോപർക്ക് വസുദേവരോടുള്ള സ്നേഹം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നന്ദഗോപർക്ക് വസുദേവരോടുള്ള സ്നേഹം. വസുദേവർക്ക് അങ്ങോട്ട് സ്നേഹമൊന്നും ഇല്ല എന്നാണ് വസുദേവർ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഞങ്ങളെല്ലാം മറന്നവരാ, നിങ്ങൾ ഇങ്ങോട്ട് ചെയ്ത ത്യാഗവും ഉപകാരവും അറിയാതെ അതിനെ മറന്ന് ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ ഞങ്ങളെ സജ്ജനങ്ങളായ നിങ്ങൾ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു പ്രയോജനവും ഇല്ലാതിരുന്നിട്ട് പോലും ഞങ്ങളിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല, അങ്ങോട്ട് തിരിച്ചൊന്നും തരാനില്ല, എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈശകൃതം തന്നെ. ഈശ്വരൻ ചെയ്ത സ്നേഹപാശം കൊണ്ടാണ് നിങ്ങളിപ്പോഴും ഞങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങോട്ട് അത്ര വലിയ കൃതജ്ഞതയൊന്നും ഇല്ല, അത്ര വലിയ സ്നേഹവും ഇല്ല, ഞങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനും ഇല്ല. ഇതൊക്കെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അതെന്താ അവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? ഞങ്ങൾ കൃതജ്ഞതയില്ലാത്തവരും നിസ്സാരന്മാരുമാണ്, നിങ്ങളാകട്ടെ മഹാത്മാക്കളാണ്. നിങ്ങൾ ചെയ്ത ത്യാഗത്തെയെല്ലാം മറന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഞങ്ങളെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എത്ര ശ്രേഷ്ഠരാണ് എന്ന് പ്രശംസിക്കുന്നത് ഇങ്ങനെ പരോക്ഷമായിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. വേറെ വല്ലവരൊക്കെ ആണെങ്കിലോ, നമ്മുടെ ഇന്നത്തെ കാലത്താണെങ്കിലോ, നന്ദഗോപരുടെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിലോ വസുദേവരെയും ദേവകിയും ശപിച്ചുകൊണ്ടേയിരിക്കും. നന്ദി കെട്ടവർ എത്ര കഷ്ടപ്പെട്ട് അവരുടെ കഷ്ടകാലത്ത്, കംസൻ പീഡിപ്പിക്കുന്നതായിട്ടുള്ള കാലത്ത് ആ രോഹിണിക്ക് അഭയം കൊടുത്തതാണ്. ആ 2 കുട്ടികളെ ഇവിടെ നമ്മുടെ സ്വന്തം മക്കളെക്കാൾ നന്നായിട്ട് നമ്മൾ പോറ്റി വളർത്തിയതാണ്. എന്തെല്ലാം ചെയ്ത് ത്യാഗങ്ങൾ നമ്മൾ, എന്നിട്ടും നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കണില്ലല്ലോ അല്ലേ. ഇന്നത്തെ ആളുകളൊക്കെ പറയുക ഈ രീതിയിലാണ്. എന്നാൽ നന്ദഗോപരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല എന്ന് പറയണം. നിങ്ങളിപ്പോഴും ആ സ്നേഹം ഞങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണു, ഞങ്ങൾ അങ്ങോട്ട് കൃതജ്ഞതയൊന്നും കാണിക്കുന്നുമില്ല. അപ്പോൾ നമ്മുടെ കാലത്ത് ഇപ്പോൾ സ്നേഹമെല്ലാം
കച്ചവടമാണ്, പരസ്പരം കണക്ക് പറയലാണ്. ഇവിടെ നന്ദഗോപരാവട്ടെ ഒരു കണക്കും പറയാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് യഥാർത്ഥ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇച്ഛിക്കാതെ, ഒരു വ്യവസ്ഥകളുമില്ലാതെ ബന്ധുക്കളാണ് എന്നുള്ളത് കൊണ്ട് സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാഗ് അകൽപാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്താക്ഷാഃ ന പശ്യാമഃ പുരസ്സതഃ. പ്രാഗൽപാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്താക്ഷാഃ ന പശ്യാമ പുരസ്സതഃ. പണ്ടെന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാം, നിങ്ങളെ വന്ന് കണ്ടില്ല, അന്വേഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന് ന്യായീകരണമുണ്ട്. എന്താണ്? പ്രാഗ് അകൽപാത്. പ്രാഗ് എന്ന് പറഞ്ഞാൽ മുമ്പ്, അകൽപാത്. അകൽപാത് എന്ന് പറഞ്ഞാൽ കൽപ്പരല്ലാത്തത് കൊണ്ട്, സാമർത്ഥ്യമില്ലാത്തത് കൊണ്ട്, അസാമർത്ഥ്യം ഹേതുവായിട്ട്. ഹേ ഭ്രാതഃ, സഹോദര, മുമ്പ് ഞങ്ങൾക്ക് സാമർത്ഥ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കംസന്റെ കാരാഗൃഹത്തിലും മറ്റു പലതരത്തിലുള്ളതായിട്ടുള്ള അവശതകളിലും പെട്ടുഴലുകയായിരുന്നു. കുശലം ന ആചരാമഹി, ആ കുശലത്തെ, പ്രിയത്തെ നിങ്ങളോട് ആചരിച്ചില്ല, നിശ്ചയം തന്നെ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അത്രയും വർഷങ്ങൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ സാധിച്ചിട്ടില്ല, കാരാഗൃഹത്തിലായിരുന്നു. അത് അകൽപാത് എന്ന് പറഞ്ഞു. എന്നാൽ അധുന ശ്രീമദാന്താക്ഷാഃ പുരഃ സതഃ ന പശ്യാമഃ. അധുന ഇപ്പോഴാകട്ടെ ശ്രീമദാന്താക്ഷാഃ, ഞങ്ങളുടെ കണ്ണുകൾ മതാന്തമായി. ഏത് മതം? ശ്രീമതം കൊണ്ട്, ഐശ്വര്യമതം കൊണ്ട്. അപ്പൊ ഇപ്പോ രാമകൃഷ്ണന്മാരെ വലിയ ആൾക്കാരൊക്കെ ആയപ്പോൾ കംസനെയൊക്കെ വധിച്ച് ഉഗ്രസേനെ രാജാവാക്കുകയും വലിയ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് രാജകീയ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതുപോലെ വിവാഹാദികളൊക്കെ ഗംഭീരമായിട്ടുള്ള കാര്യത്തിൽ കഴിഞ്ഞ് നല്ല ബന്ധുബലമെല്ലാമായി ഇപ്പോൾ വളരെ സുഖം അനുഭവിക്കുകയാണ്, ഞങ്ങൾ ഐശ്വര്യം അനുഭവിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് അതിൻ്റെ ഒരു ഐശ്വര്യ മതം കൊണ്ട് ഞങ്ങൾക്ക് കണ്ണു കാണാതെയായിരിക്കണം. ശ്രീമദാന്താക്ഷാഃ വയം. അതുകൊണ്ട് പുരഃ സതഃ ന പശ്യാമഃ, മുമ്പിൽ നിൽക്കുന്ന സജ്ജനങ്ങളെ കാണുന്നു പോലുമില്ല. സജ്ജനങ്ങളെ കണ്ടാൽ കണ്ണിന് തിരിച്ചറിയാതെയായി, കണ്ണിന് പിടിക്കാതെയായി. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള സജ്ജനങ്ങൾ, ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന, എന്നും ഉപകാരം മാത്രം ചെയ്തുകൊണ്ടിരുന്ന ത്യാഗമൂർത്തികളായ നിങ്ങളെ കണ്ണിന് പിടിക്കുന്നില്ല. സ്വയം കുറ്റപ്പെടുത്തുകയാണ്. എല്ലാ ഐശ്വര്യവും വന്നപ്പോൾ നിങ്ങളെ മറന്നുവോ എന്നുള്ള കുറ്റബോധം പ്രകടിപ്പിക്കുകയാണ്. ശ്രീമദാന്താക്ഷന്മാരായി നിങ്ങളെ കാണുന്നില്ല. ഇത് തന്നെയാണ് ലോക സ്വഭാവം. ആ ലോക സ്വഭാവത്തെ ഇവിടെ എടുത്തു പറയണം. വാസ്തവത്തിൽ വസുദേവർക്ക് ശ്രീമതം ഒന്നും വന്നിട്ടൊന്നുമല്ല. എന്നാലും പല പ്രാരബ്ധങ്ങളെ കൊണ്ടും എന്തോ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നന്ദഗോപരോട് ആ സ്നേഹം പ്രകടിപ്പിക്കുവാനായിക്കൊണ്ട് സാധിച്ചിട്ടില്ല. രാമകൃഷ്ണന്മാരെയും അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞയച്ച് ആ പഴയ ബന്ധത്തെ ഓർമ്മിപ്പിക്കാനും സാധിച്ചിട്ടില്ല. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. വലിയ അകലത്തിലായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞത്. എത്രയോ കാലത്തിന് ശേഷമാണിപ്പോൾ കണ്ടുമുട്ടുന്നത്. ആ കംസവധത്തിന് ശേഷം ഇത്രയും വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് ഈ കാലത്താണ് കണ്ടുമുട്ടുന്നത്. അപ്പോൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ശ്രീമദാന്താക്ഷന്മാരായതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ള സത്തുക്കളെ കാണാൻ കഴിയുന്നില്ല, കണ്ടാൽ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ അർത്ഥത്തിൽ പറയണം. പ്രാഗ് അകൽപാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്താക്ഷാഃ ന പശ്യാമഃ പുരസ്സതഃ. അപ്പം ഇത് നമുക്കൊക്കെയുള്ള പാഠങ്ങളും കൂടിയാണ്. നമ്മൾക്ക് കഷ്ടകാലത്ത് നമ്മളെ സഹായിച്ചതായിട്ടുള്ള ആളുകൾ നമ്മൾ വാസ്തവത്തിൽ സമ്പത്തൊക്കെ വന്നു ചേരുമ്പോൾ, സുഖം ആയിരിക്കുമ്പോൾ അവരെ വിസ്മരിക്കാറുണ്ട്. അത് അവരുടെ പ്രാരബ്ധം.
ഇത് നമ്മുടെ പ്രാരബ്ധം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതിരിക്കാറുണ്ട്. ഇത് ശരിയാണോ? മാനുഷികമായിട്ടുള്ള ഒരു നല്ല പ്രവൃത്തിയാണോ എന്നൊക്കെ ചിന്തിച്ചാൽ വ്യവഹാരത്തിൽ അത് നല്ലതല്ല. വ്യാവഹാരിക തലത്തിൽ അത് നല്ലതല്ല. സ്നേഹം പ്രകടിപ്പിക്കണം, കൃതജ്ഞത പ്രകടിപ്പിക്കണം. നമ്മളെ സഹായിച്ചവരോട് എന്നും കടപ്പാട് ഉണ്ടായിരിക്കേണ്ടതാണ്. അവരുടെ എല്ലാ കൊള്ളരുതായ്മകളും അധർമ്മങ്ങളും സഹിക്കുകയും കൂട്ടുനിൽക്കുകയും വേണമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സ്നേഹം, കൃതജ്ഞത എല്ലാം പ്രകടിപ്പിക്കേണ്ടതാണ്. അത് ഇടയ്ക്ക് ബന്ധം പുതുക്കിക്കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നർത്ഥം. മാ രാജ്യശ്രീരഭൂത് പുംസഃ ശ്രേയസ്കാമസ്യ മാനവ സ്വജനാൻ ഉത ബന്ധൂൻ വാ ന പശ്യതി യയാന്തദൃക്. മാ രാജ്യശ്രീരഭൂത് പുംസഃ ശ്രേയസ്കാമസ്യ മാനവ സ്വജനാൻ ഉത ബന്ധൂൻ വാ ന പശ്യതി യയാന്തദൃക്. വസുദേവർ പറയണം, ഒരിക്കലും ഐശ്വര്യം വരാതിരിക്കുകയാണ് നല്ലത്. രാജപദവിയും രാജഭോഗങ്ങളും ഒന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ തലക്കനൊന്നും ഇല്ലാതിരിക്കും ആണ്. ശ്രേയസ്കാമസ്യ പുംസഃ, ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്, ഹേ മാനദ, അല്ലയോ മറ്റുള്ളവരെ പൂജിക്കുന്നവനെ, ഞങ്ങളെ ബഹുമാനിക്കുന്ന ഹേ നന്ദഗോപരെ, രാജ്യശ്രീഹി മാഭൂത്, രാജ്യശ്രീ, രാജ്യ ഐശ്വര്യം, രാജകീയമായിട്ടുള്ള പദവികളും ഭോഗങ്ങളും മാഭൂത് ഉണ്ടാവരുത്. ഉണ്ടായാലോ യയാ അന്ധദൃക്ക് സ്വജനാൻ ഉത ബന്ധൂൻ വാ ന പശ്യതി. അതാണ് യയാ അന്ധദൃക്ക്. ഈ ഐശ്വര്യം കൊണ്ട്, രാജ്യശ്രീ കൊണ്ട് ദൃഷ്ടി അന്ധത ബാധിച്ചതായിത്തീർന്നു. കണ്ണ് കാണാതെയാവണു അഹങ്കാരം കൊണ്ട്. അങ്ങനെ അന്ധദൃക്കായിട്ടുള്ള ആളുകള് സ്വജനാൻ ഉത ബന്ധൂൻവ, സ്വജനങ്ങളെയോ ബന്ധുക്കളെയോ ന പശ്യതി, കാണുന്നില്ല. അപ്പൊ നമ്മൾക്ക് കണ്ണ് മഞ്ഞളിക്കാതിരിക്കാൻ, നമ്മൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിക്കാതിരിക്കാൻ വലിയ ധനസ്ഥിതിയൊന്നും, വലിയ പദവികളും വലിയ രാജകീയമായിട്ടുള്ള ഭോഗങ്ങളും ഒന്നും ഇല്ലാതിരിക്കലാണ് നല്ലത് എന്ന് ഇവിടെ വസുദേവർ പറയണം. ഈ രാജ്യ ഐശ്വര്യമൊക്കെ വന്നു ചേരുമ്പോഴാണ് മനുഷ്യനെ മറക്കുന്നത്, കൃതജ്ഞത ഇല്ലാതാവുന്നത്, സ്നേഹപാശമെല്ലാം കുറയുന്നത്. അതുകൊണ്ട് രാജ്യശ്രീ ഇല്ലാതിരിക്കലാണ് നല്ലത് എന്ന് ഇപ്പോൾ ഇവിടെ ഇത്രയും നേരം തന്നെ ഇൻഫീരിയർ ആക്കിക്കൊണ്ട് ആ നന്ദഗോപരുടെ മാഹാത്മ്യത്തെ സ്തുതിച്ചുകൊണ്ട് ആ ബന്ധുധർമ്മത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതാണ്. ഇങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു സംവാദം, അതിന് നന്ദഗോപർ എങ്ങനെ പ്രതികരിച്ചു എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്. ശ്രീശുക ഉവാച ഏവം സൗഹൃദശൈഥില്യചിത്തഃ ആനഗദുന്ദുഭിഃ രുരോധ തത്കൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചനഃ. ശ്രീശുക ഉവാച ഏവം സൗഹൃദശൈഥില്യചിത്തഃ ആനഗദുന്ദുഭിഃ രുരോധ തത്കൃതാം മൈത്രീം സ്മരൻ അശ്രുവിലോചനഃ. ഏവം സൗഹൃദശൈഥില്യചിത്തഃ, ഇപ്രകാരം ആ സൗഹൃദം കൊണ്ട് ശിഥിലമായ ചിത്തത്തോടു കൂടിയവൻ, സ്നേഹപാശം കൊണ്ട്, സൗഹൃദഭാവം കൊണ്ട് ആർദ്രമായ അല്ലെങ്കിൽ തകർന്ന അല്ലെങ്കിൽ ഇളകിയതായിട്ടുള്ള ചിത്തത്തോടു കൂടിയവനായിട്ട്, ശിഥിലമായ ചിത്തത്തോടു കൂടിയവനായിട്ട് ആനകദുന്ദുഭിഹി, ആ വസുദേവര് അശ്രുവിലോചനഃ, കണ്ണു നിറഞ്ഞവനായിട്ട് പശ്ചാത്താപത്തോടു കൂടിയിട്ടും ഇനി പിരിയാൻ പോവുകയാണല്ലോ, ആ ഒരു വിരഹ ദുഃഖത്തോടു കൂടിയിട്ടും ഈ നന്ദഗോപർക്ക് തങ്ങളാൽ ഒന്നും നല്ലത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആ ഒരു കുറ്റബോധമോ കടപ്പാടോ ഒക്കെ ഓർത്തുകൊണ്ടും കണ്ണു നിറഞ്ഞവനായിട്ട് അശ്രുവിലോചനനായിട്ട് തത്കൃതാം മൈത്രീം സ്മരന് രുരോധ, തത്കൃതാം മൈത്രീം സ്മരന്,
ആ നന്ദഗോപരാൽ ചെയ്യപ്പെട്ട മൈത്രിയെക്കുറിച്ച് സ്മരിച്ചുകൊണ്ട്, നന്ദഗോപര് എപ്രകാരമാണ് തൻ്റെ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ വളർത്തി രക്ഷിച്ച് തന്നെ തിരിച്ചേൽപ്പിച്ചത്, എത്ര വലിയ ഉപകാരമാണ് ചെയ്തത്. ആ മൈത്രിയെ, സ്നേഹബന്ധത്തെ സ്മരിച്ചുകൊണ്ട് രുരോധാന കരഞ്ഞു, കണ്ണ് നിറഞ്ഞുകൊണ്ട്, എന്താ പറയുക, എല്ലാം മറന്ന് വിനയാന്വിതനായി തൻ്റെ പൗരുഷമെല്ലാം നഷ്ടപ്പെട്ടവനായി കരയുകയാണ് എന്ന് പറയാം. അപ്പോൾ വസുദേവർ നന്ദഗോപരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു രംഗം. പശ്ചാത്താപത്തോടെ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഒന്നും തിരിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങളാണെങ്കിലോ വിലമതിക്കാനാവാത്ത ഒരു സഹായങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്, അതിന് എത്ര ജന്മമെടുത്താൽ കടം വീട്ടാൻ സാധിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കാം കരഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയാം. ആനന്ദാശ്രു അല്ല, ഇവിടെ ആനന്ദാശ്രു അല്ല, ശിഥിലചിത്തനായിട്ടാണ്. സ്നേഹപരവശനും അതേസമയം ബന്ധുക്കളോടുള്ള കടപ്പാടുകളൊന്നും വീട്ടാൻ പറ്റാത്ത കുറ്റബോധവും പശ്ചാത്താപവും എല്ലാം കലർന്ന ഒരു വികാര തീവ്രമായിട്ടുള്ളൊരു കണ്ണുനീരാണത്, കരച്ചിലാണത്. രുരോധ എന്നാണ് പറഞ്ഞത്, ജഹാസ എന്നല്ല. ഹസിക്കല്ല അവിടെ ചെയ്തത്, ആനന്ദാശ്രുക്കളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ വിഷമം പറഞ്ഞു തീർക്കുകയാണ്. പറഞ്ഞു തീരുമ്പോൾ വിഷമം മാറുകയും ചെയ്യും. കുറേയൊക്കെ പറഞ്ഞു തീരുമ്പോൾ വിഷമം മാറും. നമ്മൾ തന്നെ സ്വയം നമ്മുടെ കുറ്റങ്ങളെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ തന്നെ സറണ്ടർ ചെയ്താൽ, സമ്മതിച്ചു കൊടുത്താൽ, ന്യായീകരിക്കാതിരുന്നാൽ, നമ്മുടെ എതിർപക്ഷത്തുള്ളവർ അഥവാ നമ്മുടെ സ്നേഹിതർ, ബന്ധുക്കൾ, അവർക്കൊക്കെ നമ്മളോട് സിമ്പതി തോന്നും. നേരെ മറിച്ച് നമ്മൾ ന്യായീകരിച്ചു കൊണ്ടേയിരുന്നാലോ, സ്വയം ഞാൻ ചെയ്തതാണ് ശരി, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ ന്യായീകരിക്കാൻ തുടങ്ങിയാൽ അവരുടെ ഉള്ളിൽ ബലം പിടുത്തം കൂടി വരും, അകലം കൂടി വരും, അതൊരു ശത്രുതയായിട്ട് മാറുകയും ചെയ്യും. നേരെ മറിച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ആരുടെയെങ്കിലും ഒരു വിശേഷ സന്ദർഭങ്ങളിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല, നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു, ആ സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത പല എൻഗേജ്മെന്റുകളും വരാം. അവിടേക്ക് അത്യാവശ്യം ചെല്ലേണ്ടതാണ്, നമ്മുടെ സാന്നിധ്യം അവിടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നിട്ടും നമുക്ക് എത്താൻ പറ്റിയില്ല. എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരക്കിലായിപ്പോയി എന്ന മട്ടിൽ കാഷ്വലായിട്ടല്ല പറയേണ്ടത്. അവിടെ ചെന്ന് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ, ഒരു കുറ്റവാളിയെ പോലെ സ്വന്തം പരിമിതിയെ അവിടെ പറയണം. എനിക്ക് എത്താൻ പറ്റിയില്ല, എനിക്ക് ആ സമയത്ത് ഇങ്ങനെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം കേട്ടോ, നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാം. അന്നത്തെ സന്ദർഭം അങ്ങനെ ആയിപ്പോയി. എത്തണം എന്നൊക്കെ 100 വട്ടം ആഗ്രഹിച്ചതാണ്. അപ്പോൾ പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട്, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഇമോഷൻസ് പ്രകടിപ്പിച്ചാൽ, അല്ലാതെ അവിടെ യുക്തിയും ബലം പിടുത്തുമൊന്നും അല്ല വേണ്ടത്. അവിടെ നമ്മുടെ ഇമോഷൻസ് പ്രകടിപ്പിച്ച് പശ്ചാത്താപത്തെ അറിയിക്കുക. എത്താൻ പറ്റാത്തതിൽ വലിയ വിഷമമുണ്ട്, എന്നോട് പൊറുക്കുക, ഞാൻ എത്തേണ്ടതായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഐ എം റിയലി സോറി എന്ന് പറയണം. അപ്പോൾ അവർക്ക് നമ്മളോട് സിമ്പതി ഉണ്ടാവുകയും നമ്മളെ ചേർത്ത് പിടിച്ച സാരമില്ല, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കുറവ് ഞങ്ങൾ അറിഞ്ഞില്ല എന്നവർ പറയാൻ നിർബന്ധിതരാവും. അവരുടെ മനസ്സിലാ കുറവുണ്ടെങ്കിലും, നമ്മൾ ചെല്ലാത്ത കുറവ് ഉണ്ടായി എന്ന് വരും, പക്ഷെ എന്നാലും നമ്മൾ അത്രയും താഴ്ന്നു പറയുമ്പോൾ അവർക്ക് സന്തോഷമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് പൊറുക്കും. ആ പൊറുക്കലാണ് അവിടെ മുഖ്യം. അപ്പം ഇങ്ങനെ പരസ്പരം സ്നേഹബന്ധങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയണം.
ഉചിതമായ രീതിയിൽ എങ്ങനെ പെരുമാറണം എന്നറിയണം, ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നറിയണം. അപ്പോഴേ എന്താ പറയുക, അകന്ന ബന്ധങ്ങൾ, മുറിഞ്ഞ ബന്ധങ്ങൾ അതൊക്കെ കൂടുതൽ ഊഷ്മളമായി ചേർത്ത് പിടിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. പക്ഷേ വിവരമില്ലാത്ത മനുഷ്യന്മാർ എന്തെങ്കിലും ചെറിയ അകൽച്ചയുണ്ടെങ്കിൽ അതിനെ കൂടുതൽ വൈഡൻ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യും, എന്നിട്ട് അകന്നകന്നു പോകും. അപ്പോൾ ഇങ്ങനെ വാവിട്ട് കരഞ്ഞു, കണ്ണുനീർ വാർത്തുകൊണ്ട് കരഞ്ഞു. വസുദേവർക്ക് നന്ദഗോപരോട് ഒരു തരത്തിലും അദ്ദേഹം ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യാനോ ഇടയ്ക്കിടയ്ക്ക് വന്ന് അദ്ദേഹത്തിനുള്ള സ്നേഹപാശം കൊണ്ടുള്ള ആ വിങ്ങൽ, വിരഹ ദുഃഖം, രാമകൃഷ്ണന്മാരെ പിരിഞ്ഞ ദുഃഖമൊക്കെ അവർക്ക് ഉണ്ടാവും, അത് ആശ്വസിപ്പിക്കുക എന്നുള്ളത് കർത്തവ്യമാണ്. അത് ചെയ്തിട്ടില്ല. അത് ഏറ്റുപറയുന്നത് ഒരു തെറ്റും ഇല്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴോ നന്ദസ്തു സഖ്യുഹു പ്രിയകൃത് പ്രേംണാ ഗോവിന്ദരാമയോ അദ്യഃ ശ്വൈതി മാസാൻ ത്രീൻ യദുഭിർമാനിതോ വസത്. നന്ദസ്തു സഖ്യുഹു പ്രിയകൃത് പ്രേംണാ ഗോവിന്ദരാമയോ അദ്യഃ ശ്വഃ ഇതി മാസാൻ ത്രീൻ യദുഭിഃ മാനിതോ വസത്. ആ നന്ദഃ തു സഖ്യുഹു പ്രിയകൃത്. നന്ദനാവട്ടെ തന്റെ സഖാവായ വസുദേവർക്ക് പ്രിയം ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട്, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തോട് കൂടുതൽ സ്നേഹത്തോടുകൂടി കഴിയാൻ വേണ്ടിയും എന്താ പറഞ്ഞ ഉള്ളിലുണ്ടായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അകലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വീണ്ടും ഇണക്കി ചേർക്കാൻ, ഇഴുകിച്ചേരാൻ ഉള്ളൊരു ടൈം എടുക്കുകയാണ് അവിടെ. അതാണ് പെട്ടെന്ന് യാത്ര പറഞ്ഞു പോവുകയല്ല. അതാണ് സഖ്യുഹു പ്രിയകൃത്. സഖാവിന്, കൂട്ടുകാരന് പ്രിയം ചെയ്തുകൊണ്ട് ഗോവിന്ദരാമയോഹോ പ്രേമണ, ആ ഗോവിന്ദനോടും രാമനോടുമുള്ള പ്രേമത്തോടുകൂടെ എന്ത് ചെയ്തു? അദ്യഃ സ്വഃ ഇതി, ഇന്നാവാം നാളെയാവാം എന്ന് പറഞ്ഞിട്ട് എപ്പോഴാ പോണ്? ദാ പൂവന്നെ. എന്നിട്ടെന്താ പോണില്ല, കാല് നീങ്ങണില്ല, വിട്ടുപോകാൻ സാധിക്കുന്നില്ല. പ്രേമപാശം, സ്നേഹപാശം ബന്ധിച്ചിരിക്കുന്നു. അപ്പൊ നാളെ ആവാം, ഇന്നിപ്പോ ഉച്ച കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പുറപ്പെട്ടാലും ഇരുട്ടത്ത് എവിടെയെങ്കിലും വഴിയിൽ കാട്ടിലെത്തും, നാളെ ആവാന്ന് വയ്ക്കും. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ അപ്പോഴും 100 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാൻ തോന്നില്ല. അങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടി ഇന്നാവാം നാളെയാവാം എന്ന് പറഞ്ഞതാണ്. അദ്യവാ ശോവാ ഇതി മാസാൻ ത്രീൻ മാസാൻ, 3 മാസങ്ങള് യദുഭിഹി മാനിതഃ അവസത്. യദുഭിഹി മാനിതഃ, ഈ യാദവന്മാരാൽ പൂജിതനായിട്ട്, സൽകൃതനായിട്ട്, സ്നേഹം പ്രകടിപ്പിക്കപ്പെട്ടവനായിട്ട് അവസത്, വസിച്ചു എന്നർത്ഥം. യദുക്കൾക്ക് സ്നേഹത്തിന് വല്ല കുറവുണ്ടാവോ? അവരുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണന്മാരെ 10-11 വർഷം സംരക്ഷിച്ചവരാണ്. ആ കടപ്പാട് എന്തായാലും യാദവന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. അവരെല്ലാം സ്നേഹത്തോടെ അദ്ദേഹത്തെ സൽക്കരിച്ചു. അങ്ങനെ മാനിതനായിട്ടുള്ള അദ്ദേഹം 3 മാസങ്ങൾ ഈ രാമകൃഷ്ണന്മാരോട്, വസുദേവരോട് സ്നേഹപൂർവം കഴിച്ചുകൂട്ടി. തദക്കാമൈഃ പൂര്യമാണഃ സവ്രജഃ സഹ ബാന്ധവഃ പരാർധ്യാഭരണക്ഷൗമനാനാനർഘ്യപരിച്ഛദൈഃ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭിഃ ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിർയജൗ. തദക്കാമൈഃ പൂര്യമാണഃ സവ്രജഃ സഹ ബാന്ധവഃ പരാർധ്യാഭരണക്ഷൗമനാനാനർഘ്യപരിച്ഛദൈഃ വസുദേവോഗ്രസേനാഭ്യാം കൃഷ്ണോദ്ധവബലാദിഭിഃ ദത്തമാദായ പാരിബർഹം യാപിതോ യദുഭിർയജൗ. തതഃ അനന്തരം കാമൈഃ പൂര്യമാണഃ, എല്ലാതരം വിഷയങ്ങളാലും
സന്തോഷിപ്പിക്കപ്പെട്ടവനായിട്ട്, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചവനായിട്ട് എന്നൊക്കെ അർത്ഥം. സവ്രജ സഹ ബാന്ധവ, സവ്രജ വ്രജവാസികളോടുകൂടിയവനും, സഹ ബാന്ധവ ബാന്ധവന്മാരോടുകൂടിയവനുമായിട്ടുള്ള നന്ദ എന്ന് ഇവിടേക്ക് എടുക്കണം. ഇവിടെ നന്ദന്റെ പേര് എവിടെയും പറഞ്ഞില്ലെങ്കിലും മുമ്പേ പറഞ്ഞ നന്ദഹതു. ആ നന്ദൻ ബന്ധുക്കളോടും വ്രജവാസികളോടും കൂടി പരാർദ്യ ആഭരണ ക്ഷൗമ നാനാ അനർഘ്യ പരിച്ഛദൈഹി കാമൈഹി പൂര്യമാണഃ. അപ്പോ പരാർദ്യാഭരണം, പരാർദ്യം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്തത്, ശ്രേഷ്ഠങ്ങളായത്, ഉത്തമങ്ങളായത് എന്നൊക്കെ അർത്ഥമാണ്. അങ്ങനെയുള്ള വിലപിടിച്ച ആഭരണങ്ങളെ കൊണ്ടും ക്ഷൗമം എന്നാൽ പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും നാനാ അനർഘ്യ പരിച്ഛദൈഹി വിവിധങ്ങളായ വിലമതിക്കാനാവാത്ത പരിച്ഛദങ്ങൾ, പരിച്ഛദങ്ങൾ എന്ന് പറഞ്ഞാൽ പല വസ്തുക്കൾ, ഉപകരണങ്ങൾ, പല സമ്മാനങ്ങൾ, ആ സമ്മാനങ്ങളോടും കൂടി പൂര്യമാണഃ കാമൈഹി പൂര്യമാണഃ കാമിക്കത്തക്ക വിഷയങ്ങളെ കൊണ്ട് പൂർണ്ണമാക്കപ്പെട്ടവനായി, നിറയ്ക്കപ്പെട്ടവനായി, തൃപ്തിപ്പെടുത്തപ്പെട്ടവനായി. അതുപോലെ വസുദേവ ഉഗ്രസേനാഭ്യാം, വസുദേവൻ ഉഗ്രസേനൻ ഇവരാലും കൃഷ്ണോദ്ധവ ബലാദിഭിഹി ദത്തം, കൃഷ്ണൻ ഉദ്ധവൻ ബലൻ മുതലായവരാൽ നൽകപ്പെട്ടതും. അപ്പൊ ഇവരൊക്കെ വിശേഷമായിട്ട് സമ്മാനങ്ങൾ നന്ദാദികൾക്ക് കൊടുത്തു. അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് പാരിബർഹം ആദായ, ആ സമ്മാനങ്ങളെയെല്ലാം സ്വീകരിച്ചുകൊണ്ട് യദുബിഹി യാപിതഃ യയൗ, യദുബിഹി യാദവന്മാരാൽ യാപിതഃ, യാപിതഃ യാത്ര അയക്കപ്പെട്ടവൻ, പുറപ്പെടുവിക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ പിന്നാലെ ചെന്ന് യാത്രയാക്കി യാദവന്മാരെല്ലാം. അങ്ങനെ യാത്രയാക്കപ്പെട്ടവരായിട്ട് ആ നന്ദനും കൂട്ടരും അവിടുന്ന് മനസ്സില്ലാ മനസ്സോടെ യയൗ, ധാരാളം സമ്മാനങ്ങളും ഒക്കെ ആയിട്ടാണ് അവരെ മനസ്സ് നിറപ്പിച്ചിട്ടാണ് വിട്ടത് എന്നർത്ഥം. ആ സ്നേഹത്തിന്റെ പ്രകടനങ്ങളാണ് ഇത്രയും സമ്മാനങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ ആ മനസ്സ് നിറയും. അങ്ങനെ അവര് തിരിച്ചു പോയി. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനക്ഷിപ്തം പുനർഹർത്തും അനീശാ മധുരാം യയുഃ. നന്ദോ ഗോപാശ്ച ഗോപ്യശ്ച ഗോവിന്ദചരണാംബുജേ മനക്ഷിപ്തം പുനർഹർത്തും അനീശാ മധുരാം യയുഃ. ആ നന്ദനും ഗോപാഹ ഗോപ്യഃ ച, ഗോപന്മാരും ഗോപികമാരും എല്ലാവരും തന്നെ, അവിടുന്ന് വന്നവരെല്ലാവരും ഗോവിന്ദചരണാംബുജേ ക്ഷിപ്തം മനഃ, അവരുടെ മനസ്സ് ഗോവിന്ദന്റെ പാദകമലത്തിൽ ക്ഷിപ്തം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഭഗവാന്റെ പാദകമലങ്ങളിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായ ഈ നന്ദനും ഗോപന്മാരും ഗോപികമാരും ആ മനസ്സിനെ പുനഃ ഹർത്തും, അവിടുന്ന് വീണ്ടും തിരിച്ചെടുക്കാൻ, ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ച മനസ്സിനെ തിരിച്ചെടുക്കാനായിക്കൊണ്ട് അനീശാഹ, ശക്തരാവാതെ അനീശരായിക്കൊണ്ട് എന്ന് വെച്ചാൽ ഈശ്വരല്ലാതെ, മധുരാം യയുഹു, മധുരയിലേക്ക് യാനം ചെയ്തു. അപ്പൊ അവര് മധുരയിലേക്ക് പോയപ്പോഴും മനസ്സെവിടെയാണ്? ഭഗവാന്റെ പാദത്തിൽ ഉറപ്പിച്ചു കൊണ്ടുപോയി എന്നർത്ഥം. അതല്ലേ വേണ്ടത്. എവിടെയായിരുന്നാലും ഏത് ലോകത്തായിരുന്നാലും മനസ്സ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞാൽ അവരല്ലേ ധന്യധന്യർ. അപ്പം അങ്ങനെ ഭഗവാന്റെ ആ സ്നേഹം കൊണ്ടും ഭഗവാന്റെ ആ ഒരു ആകർഷണ ശക്തി കൊണ്ടും എല്ലാം കൊണ്ടും അവരുടെ മനസ്സ് ഭഗവാനിൽ, ഭഗവാന്റെ പാദങ്ങളിൽ ഉറച്ചു. അവർ ധന്യധന്യരായി എന്നർത്ഥം അല്ലേ? നമ്മളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അതാണ്. ജന്മജന്മാന്തരേബി ത്വത്പാദാംബോരുഹ യുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. എപ്പോഴും അങ്ങയുടെ പാദകമലങ്ങളിൽ പതിഞ്ഞതായിട്ടുള്ള, ഇളകാത്തതായിട്ടുള്ള ഭക്തി ഉണ്ടാവട്ടെ എന്ന്. എന്നാൽ ഇവിടെ ഇവരുടെ മനസ്സ് ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിച്ചിട്ട് തിരിച്ചെടുക്കാൻ ശക്തിയില്ലാതെ അവര് പോയി എന്നർത്ഥം. അവരുടെ ഹൃദയത്തെ ഇവിടെ ഭഗവാനിൽ സമർപ്പിച്ചിട്ട് പോയി. ഇനി പ്രാരബ്ധം കഴിയുന്നത് വരെ ശരീരം കൊണ്ടു നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ.
അവരുടെ മനസ്സ് നിറച്ച ആരാണ്? ഭഗവാൻ, ഭഗവാന്റെ പാദങ്ങൾ. ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയഃ കൃഷ്ണദേവതാഃ വീക്ഷ്യ പ്രാവൃഷം ആസന്നാം യയുർദ്വാരവതീം പുനഃ. ബന്ധുഷു പ്രതിയാതേഷു വൃഷ്ണയഃ കൃഷ്ണദേവതാഃ വീക്ഷ്യ പ്രാവൃഷം ആസന്നാം യയുർദ്വാരവതീം പുനഃ. ബന്ധുഷു പ്രതിയാതേഷു സത്സു, ബന്ധുക്കളെല്ലാം മടങ്ങിപ്പോയതായിട്ടുള്ള സമയത്തിങ്കൽ കൃഷ്ണദേവതാഃ വൃഷ്ണയഃ, കൃഷ്ണനെ തന്നെ ദേവനായി കരുതുന്നവരായ യാദവന്മാര് വൃഷ്ണികളെല്ലാവരും പ്രാവൃഷം ആസന്നാം വീക്ഷ്യ, പ്രാവൃട്ട് എന്ന് പറഞ്ഞാൽ മഴക്കാലം, മൺസൂൺ, അത് സ്ത്രീലിംഗ പദമാണ്. പ്രാവൃഷം എന്നതിൻ്റെ ദ്വിതീയ. മഴക്കാലത്തെ ആസന്നാം ദൃഷ്ട, ആസന്നമായിട്ട് കണ്ടിട്ട് ദാ മഴക്കാലം വരികയായി എന്ന് സമീപിച്ചതായി മനസ്സിലാക്കിയിട്ട് വീക്ഷ്യ പുനഃ ദ്വാരവതീം യയുഹു, ഇനി ഇവിടെ നിൽക്കണ്ട, മഴക്കാലമാണ്, മഴക്കാലത്തോടെ നിൽക്കുന്നത് വളരെ കഷ്ടമാണ്. എന്താ വെച്ചാൽ എന്താ പറയുക, അവിടെ സ്ഥിരമായിട്ടുള്ള വ്യവസ്ഥകളൊന്നുമില്ല. തീർത്ഥാടന കേന്ദ്രമാണ്, തൽക്കാലം ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥകളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം വെള്ളത്തിൽ മുങ്ങാം. അതുകൊണ്ട് കഷ്ടപ്പാടുകളാവും, മഴ വരുന്നു, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും ദ്വാരവതിയിലേക്ക് മടങ്ങി. ജനേഭ്യഃ കഥയാൻ ചക്രുഃ യദുദേവ മഹോത്സവം യഥാസീത് തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാദികം. ജനേഭ്യഃ കഥയാൻ ചക്രുഃ യദുദേവ മഹോത്സവം യഥാസീത് തീർത്ഥയാത്രായാം സുഹൃത് സന്ദർശനാദികം. തീർത്ഥയാത്രയാം, ആ തീർത്ഥയാത്രയിൽ സുഹൃത് സന്ദർശനാദികം യത് ആസീത്, സുഹൃത്തുക്കള് ബന്ധുക്കളെ എല്ലാം സന്ദർശിച്ചതായിട്ടുള്ള കാര്യങ്ങള് എന്താണോ ഭവിച്ചത്. അപ്പോ പാണ്ഡവന്മാരെ കണ്ടതും ഗോപന്മാരെ ഗോപികമാരെയൊക്കെ കണ്ടതും എല്ലാം ആ വിഷയങ്ങളെല്ലാം തന്നെ യഥാസീത് യദുദേവ മഹോത്സവം. അതുപോലെ യദുദേവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മാഹാത്മ്യം എന്നെടുക്കാൻ, ഇവിടെ മഹോത്സവം മാഹാത്മ്യം തന്നെ ഒരർത്ഥത്തില്. മറ്റൊരർത്ഥത്തില് ഉഗ്രസേന രാജാവിനുണ്ടായ മാഹാത്മ്യം, മറ്റൊരർത്ഥത്തില് മറ്റേ വസുദേവർ ചെയ്തതായിട്ടുള്ള യാഗയജ്ഞങ്ങൾ, അതൊരു മഹോത്സവമായിരുന്നു. അദ്ദേഹം ചെയ്ത യാഗം മഹോത്സവം. അങ്ങനെ എല്ലാ തരത്തിലും മഹോത്സവമായിരുന്നു യാദവന്മാർക്ക്. അപ്പോ ആ കാര്യമെല്ലാം ജനേഭ്യഃ കഥയാൻ ചക്രുഃ, ഇവിടെ നിന്ന് ദ്വാരകയിൽ നിന്ന് തീർത്ഥാടനത്തിന് പോകാത്ത ജനങ്ങളോട് പോയി വന്ന യാദവന്മാരെല്ലാം കഥ പറഞ്ഞുകൊണ്ടിരിക്കൽ തന്നെ. അവർക്ക് പറയാൻ 100 കാര്യങ്ങളാണ് എന്ന് പറയാം. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഒരു തീർത്ഥാടനോ ഒരു യാത്രയൊക്കെ കഴിഞ്ഞു വന്നാൽ ആരെങ്കിലുമൊക്കെ കിട്ടണം ഇതൊക്കെ പറയാനായിക്കൊണ്ട്. ആരോടെങ്കിലുമൊക്കെ വിസ്തരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുകയാണ്. എന്തൊക്കെയാണ് ഉണ്ടായത്, എവിടെയൊക്കെയാ പോയത്, എന്തൊക്കെയാ കണ്ടത്, കുറച്ച് പൊങ്ങച്ചും ഒക്കെ കൂടി പറഞ്ഞില്ലെങ്കിൽ സ്വൈര്യമില്ല, ആകെ ഒരു വിമ്മിഷ്ടം. അപ്പം അതുപോലെ ഇവിടെ പിന്നെ അവർക്ക് അസ്വസ്ഥത കൊണ്ടല്ല, അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. യാദവന്മാരെല്ലാം അവിടെ നടന്നതായിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കണ്ടവരായിട്ടുള്ള ആളുകൾ എല്ലാറ്റിനെക്കുറിച്ചും വരാത്ത ആളുകളോട് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടോ നമ്മുടെ കൃഷ്ണന്റെ മാഹാത്മ്യം കാണേണ്ടത് തന്നെയായിരുന്നു. അവിടെ വന്ന മുനിമാരൊക്കെ ഋഷിമാരൊക്കെ എന്താ ഭഗവാനെ സ്തുതിക്കലും ബഹുമാനിക്കലും. രാജാക്കന്മാരൊക്കെ കൃഷ്ണനെ കാണാൻ കൊതിയോടുകൂടി വരണു. ആ പാണ്ഡവന്മാരൊക്കെ കൃഷ്ണനെ എത്ര സ്നേഹത്തോടെ ബഹുമാനത്തോടെയാ കാണുന്നറിയോ. അയ്യോ, ആ ഗോകുലത്തുനിന്ന് ഗോപികമാരും ഗോപന്മാരും ഒക്കെ വന്നിരുന്നു. ആ നന്ദഗോപരുടെയും യശോദയുടെയൊക്കെ സ്നേഹം കാണണം. ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇത്രയും ശ്രേഷ്ഠനായ കൃഷ്ണനാണ് തങ്ങളുടെ കൂടെ ഉള്ളത് എന്നുകൂടി അവരുടെ ഉള്ളിൽ ഒന്നുകൂടെ കൃഷ്ണനോടുള്ള ആദരവ് വർദ്ധിച്ചു വരും, കൃഷ്ണനോടുള്ള ഭക്തി വർദ്ധിച്ചു വരും. അപ്പം അതിനും കൂടിയാണ് ഈ വിസ്തരിച്ച് ഇതെല്ലാം പറയുന്നത്.
എന്തായാലും ഇങ്ങനെ ആ ഒരു തീർത്ഥയാത്രാ പർവം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഹരി ഓം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ തീർത്ഥയാത്രാനുവർണ്ണനം നാമ ചതുരശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇനി 85-ാം അധ്യായത്തില് ആദ്യ ഭാഗം വസുദേവര് ശ്രീകൃഷ്ണ ഭഗവാനോട് ചില സംശയങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ കൃഷ്ണന്റെ മഹിമ മനസ്സിലാക്കിയ വസുദേവർ അച്ഛൻ എന്നുള്ള ഈഗോ വെടിഞ്ഞ് പുത്രൻ എന്നുള്ള ആ ലാഘവം വെടിഞ്ഞ് ഗൗരവത്തോടുകൂടെ കൃഷ്ണനെ ഗുരുവായി ചില സംശയങ്ങൾ തീർക്കുന്ന രംഗം. അത് കഴിഞ്ഞ് ദേവകീദേവിയുടെ സംശയം തീർക്കുന്നത് ഭഗവാൻ ചില പ്രത്യക്ഷമായ ലീലകളെ കൊണ്ടാണ്. ഉപദേശത്തെക്കാൾ ദേവകീദേവിക്ക് മരിച്ചുപോയ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ദേവകിയുടെ സങ്കടത്തെ ഇല്ലാതാക്കി ആത്മബോധം നൽകുകയും ചെയ്യുന്നു. ഇതാണ് അടുത്ത അധ്യായത്തിൽ പ്രധാന കഥകൾ. നമുക്ക് നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി. നാളെ നോക്കാം.